ഇപ്പൊ 2016 ഈ സർക്കാർ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇവർ ആദ്യം ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചു. ആ ധവളപത്രത്തിൽ പറയുന്ന വൈറ്റ് പേപ്പർ, അതിൽ പറയുന്ന എന്താണെന്ന് പറയാം, 2016 പറയാണ്, അന്ന് പിന്നീട് തോമസ് ഐസക്കാണ് ധനമന്ത്രി, അവർ അധികാരത്തിൽ വന്ന ഉടനെ ഒരു ധവളപത്രം പ്രസിദ്ധീകരിച്ചിട്ട് ഈ നിലയ്ക്കാണ് പോകണമെങ്കിൽ 2021 തന്നെ ശമ്പളവും പെൻഷനും മുടങ്ങും, അത്രയും മോശമായിട്ടുള്ള സ്ഥിതിയിലേക്ക് പോകും. എന്നാൽ ഈ ധനപ്രതിസന്ധി പരിഹരിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടിയെടുത്തോ? അതിനു പകരം ചെയ്തെന്താണ്? ഓഫ് ബഡ്ജറ്റ് ബാറായി. അതായത് പിന്നീട് ട്രഷറിക്ക് പുറത്തുകൂടെ ഞങ്ങൾ ഇത് വാങ്ങിക്കാൻ പോകണം, അല്ലെങ്കിൽ കിഫ്ബി വഴി ഞങ്ങൾ വികസനം നടത്താൻ പോകണം, അല്ലെങ്കിൽ പിന്നെ CAG പറയണം, CAGയുടെ പറയുന്നൊന്നും ഞങ്ങൾ കേൾക്കുന്നില്ല, ഞങ്ങളുടെ വഴിക്ക് ഞങ്ങൾ വികസനം നടത്തുമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്താ സ്ഥിതി? ഇപ്പൊ അന്നെടുത്ത കടം വരെ ഇപ്പോ ഈ കടപരിധിയിൽ ഇവർ വെട്ടിക്കുറച്ച് സർക്കാരിന് പണം കൊടുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയായി. ഏതെങ്കിലും ഒരു കാര്യത്തിന് സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ടോ? നിങ്ങളിപ്പോ ഈ പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്, ഉണ്ടോ? ഏതെങ്കിലും ഒരു കാര്യത്തിന് പണമുണ്ടോ? ഇപ്പോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് ഇവിടെ, മുനിസിപ്പാലിറ്റീസും ഇതൊക്കെ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. അവിടെ ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ഒരു വർക്ക് ഇപ്പോൾ എടുക്കാൻ തയ്യാറാവുന്ന അന്വേഷിച്ച് നോക്കൂ. അത്രയും പരിതാപകരമായ, സമ്പൂർണ്ണ തകർച്ചയായ, അല്ലെങ്കിൽ കടക്കടിയിലായ ഒരു സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്നു. ഇതിന് ഞാൻ പറയുന്നത് എന്താണെന്ന് പറയാം, ധനധൂർത്ത രാഷ്ട്രീയം എന്നാണ് പറയുന്നത്.